സംഘത്തിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും ആദരണീയരും ബഹുമാന്യരും സ്വന്തക്കാരുമായ കുടുംബത്തിലെ മക്കളെ, മരുമക്കളെ, കുഞ്ഞുങ്ങളെ, അതിലുപരി ഈ യോഗത്തിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആ രക്ഷാകർതൃ സ്ഥാനം ഞങ്ങൾക്ക് ഒരു 4-5 മാസം മുമ്പ് പരിചയപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട കുഴിമണ്ണിൽ അസീസ് ഹാജി അവർകളെ, അതോടൊപ്പം ഏറ്റവും വെളിമണ്ണക്കാരുടെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ ജനറൽ കൺവീനർ റസാക്ക് പറഞ്ഞു, ലോകത്തിന് മൊത്തം വെളിമണ്ണയെ പരിചയപ്പെടുത്തിയ ഒരു വിശിഷ്ട വ്യക്തിത്വം എന്നതല്ല, മഹൽ വ്യക്തിത്വം പ്രിയപ്പെട്ട ആസിം മോൻ. അത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വെളിമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധിയാണ്, ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്വത്താണ്. അങ്ങനെ നമ്മൾക്ക് ഇന്നിപ്പോൾ ഏതൊരു വലിയ മുഖ്യമന്ത്രിയെ വരെ കിട്ടിയാലും ഇന്നത്തെ കാലത്ത് അത് പ്രശ്നമല്ല. അതേസമയത്ത് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് ഒരു ഏറ്റവും വിശിഷ്ടമായ ഒരു വ്യക്തിത്വം ലഭിക്കുക എന്നത് പറഞ്ഞത് മൊത്തത്തിൽ ആൾക്കാർ പറയുന്നത്, നമ്മളെ കുടുംബം മാത്രമല്ല, വെളിമണ്ണക്കാർ മാത്രമല്ല, ഏതൊരു പരിപാടിക്കും ആസിമിൻ്റെ ഡേറ്റ് ചോദിക്കുന്ന ഒരനുഭവം ഉണ്ടായത്, അതിൽ അഭിമാനിക്കുന്നത് ആസിമിൻ്റെ കുടുംബമോ ഒന്നുമല്ല, ഞങ്ങൾ വെളിമണ്ണക്കാരാണ്. അങ്ങനെ ഒന്ന് കിട്ടിയതിൽ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ആ കുഞ്ഞിനെ, ആ മോനെ ദീർഘായുസ്സും ആഫിയത്തും ഇതുപോലെ എല്ലാ രംഗത്തും ശോഭിക്കാനും അതിനനുസരിച്ച് കുടുംബത്തിനും നാട്ടിനുമെല്ലാം ഏറെ മഹത്വമുണ്ടാക്കാനും ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. മറ്റൊന്നും കൂടുതൽ പറയുന്നില്ല. സ്വാഗത പ്രസംഗത്തിൽ വളരെ ചുരുക്കിയാണെങ്കിലും അത്യാവശ്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിലൊന്നും കടക്കുന്നില്ല. പിന്നെ അസീസാജിയെ സംബന്ധിച്ചിടത്തോളം റസാക്ക് പറഞ്ഞു, പക്ഷേ അസീസാജിയെ തന്നെ പരിപാടിക്ക് കിട്ടണമെന്ന് പറഞ്ഞത് നമ്മളാരും ധരിച്ചിട്ടില്ല, ഞങ്ങളാരും ധരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയൊരു പ്രാസംഗികനല്ല, ഒരു വയല് പറയുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് വേറൊന്നുണ്ട്, ഒരു വലിയ മനസ്സുണ്ട്. ആ മനസ്സായിരുന്നു 4-5 മാസം മുമ്പ് കുഴിമണ്ണിൽ വെച്ച് നടന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി മറ്റാരെങ്കിലും അതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ വിഷമം തോന്നണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സിൽ വിരിഞ്ഞ ഒരാശയമായിരുന്നു, എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ശേഷം തലമുറ, എൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പയുടെയോ ഉമ്മയുടെയോ ശേഷം തലമുറയിൽപ്പെട്ട ആളുകളെ ഒന്നിച്ച് കൂടണമെന്നൊരു അമിതമായ ഒരു ആഗ്രഹം. അത് ഞാൻ മനസ്സിലാക്കുന്നത് 10-15 ദിവസത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളും അതുപോലെ തന്നെ ആലിപ്പറമ്പത്ത് അലി ഹാജിയുടെ മകൻ മുഹമ്മദ് മാഷും എല്ലാം കൂടിയിട്ട് ഒരു പര്യടനം നടത്തിയ ഒരു വണ്ടി എടുത്തിട്ട് കുടുംബത്തിൻ്റെ എല്ലാവരുടെ വീട്ടിലും നേരെ മലവർത്തുനിന്ന് വരുന്നത് വെളിമണ്ണ കുടുക്കെങ്കൽക്കാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിനിടയ്ക്ക് അസീസാജിയും കണ്ടിട്ടില്ല. അസീസാജിൻ്റെ ഉപ്പ മൊയ്തീൻ മാഷ് എന്ന് പറഞ്ഞത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഉമ്മൻ്റെ കോന്തലയും പിടിച്ച് ആ കുഴിമണ്ണിൽ, അത് കുണ്ടിയണ്ണ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നതേ ഓർമ്മയുള്ളൂ. ആരെയും പരിചയമില്ല എന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ മഹൽ വ്യക്തിത്വം ഹാജി സാഹിബ് വന്നപ്പോൾ ഞാൻ തന്നെ ആകെ അന്തം വിട്ടുപോയി. കാരണം ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. ഏതോ ആവട്ടെ, ഒരു 10 ദിവസത്തിനടുക്ക് ആ വീട്ടിലേക്ക് മൊത്തം കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഒരു 300-ലധികം ആളുകളെ ഒരു രാത്രി വിളിച്ചു വരുത്തി ഭംഗിയായിട്ടുള്ള സദ്യ നൽകി. ആ സദ്യക്കൊക്കെ സാധാരണ സദ്യയിലേക്കാളും വലിയ ഒരു രുചിയും അനുഭവവും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. കാരണം ആ മനസ്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അന്ന് ഞാൻ അസീസാജിൻ്റെ വലിയൊരു പ്രസംഗം പ്രതീക്ഷിച്ചതായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അസീസാജി പ്രസംഗിക്കില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം അവിടുന്ന് ചെയ്തത്, ഞാൻ ഇതിൻ്റെ ഒരു ആതിഥേയനാണ്, നിങ്ങളെല്ലാവരും സ്വീകരിക്കേണ്ട ആളാണ്. ആ നിലക്ക് ഒരക്ഷരം പറയാതെ ഞങ്ങൾ വേദിയിൽ തന്നെ നിർബന്ധിച്ച് വന്നിരുന്ന ഒരു വലിയ മനസ്സിനുടമയാണ്. ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയല്ല,
കാരണം ആ കാരണം കൊണ്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ അസീസാജിയുടെ വലിയൊരു മനസ്സുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമെന്നാണ് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് ഒരാശയം നമ്മൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നടക്കൂല എന്ന് മാത്രമല്ല ഞങ്ങളെ മണപ്പാട്ടിൽ കുടുംബത്തിൽ തന്നെ അതുപോലുള്ള പറഞ്ഞാൽ ഏറ്റവും ഇങ്ങനെ ഒരു സംഗമം നടത്താൻ യോഗ്യതയും തൻ്റെ ഇടവും കഴിവുമില്ലാത്ത ഒരു സാമ്പത്തികമായിട്ടും ചുറ്റുപാടില്ലാത്ത ഒരു കുടുംബമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് കൊടുക്കൈങ്ങൽ കുടുംബത്തിനെ വിശ്വസിച്ചത്. പക്ഷേ അത് നേരെ വിപരീതമായിട്ട് വരാൻ കാരണവും ചിലപ്പോൾ ഈ അസീസ് ഹാജിയിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് തന്നെ അതുകൊണ്ടാണ് ഞാനും റസാക്കും അതുപോലുള്ളവർ ആലോചിച്ച് നമുക്ക് ഈ പരിപാടി വലിയൊരു പ്രാസംഗ്യന് ആവശ്യമില്ല, വലിയൊരു ഉസ്താദിനെ നമ്മൾക്ക് ആവശ്യമില്ല, അത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്കിതിനൊരു പ്രചോദനം നൽകിയ നമ്മൾക്കൊരു മാതൃകയായ നമ്മുടെ മേൽ തലമുറയിൽപ്പെട്ട സീസാജി തന്നെ വരണം എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളോട് ചോദിച്ചു ഞാൻ എന്തിനു വരുന്നു, ഞാനിങ്ങനെ ഒരു പ്രാസംഗ്യനൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെ പ്രസംഗത്തിൻ്റെ ആവശ്യമല്ല, കാരണം ഇവിടെ പ്രസംഗം എന്ന് പറഞ്ഞതല്ല ഇവിടെ ആവശ്യവും. അസീം പ്രസംഗിക്കാൻ വേറെ വരുന്നുമുണ്ട്, അസീം അത്യാവശ്യം പ്രസംഗിക്കുന്നവനുമാണ്. അപ്പോൾ ഞങ്ങളൊരു പ്രസംഗമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റേതായ ഒരു പ്രത്യേകതയാണ്, ശ്രേഷ്ഠതയാണ് എന്നുള്ള നിലക്ക് ഞങ്ങളുടെ നിർബന്ധം വരുന്നതിന് മടിയുണ്ടായിട്ടല്ല, പക്ഷേ അദ്ദേഹം ഇതിന് യോഗ്യനല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ച യോഗ്യത, നമ്മളുടെ ഇതിന് കാരണക്കാരായ വ്യക്തിത്വം ഞങ്ങൾക്ക് ഇവിടെ എത്തുക എന്നാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ വേറൊരു ഉസ്താദും ആരും തന്നെ ഇല്ല. നമ്മളിൽപ്പെട്ടവർ തന്നെയാണ് ഇവിടുത്തെ പ്രസംഗരായാലും എന്ത് തന്നെ ആയാലും നമ്മളിൽപ്പെട്ടവർ തന്നെ, അല്ലാതെ പുറം ആരുമില്ല. ഈ രണ്ട് മഹൽ വ്യക്തിത്വങ്ങളാണ്, കൂടുതലൊന്നും സംസാരിക്കുകയല്ല. ഏതായാലും ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്തി, ഞങ്ങൾ മൊത്തം കണക്കാക്കി അന്ന് 300 ആളൊക്കെ ഉണ്ടാകും. കറക്റ്റ് കണക്ക് ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ 150 ആളേ ഉള്ളൂ. ഇത് കുടുക്കയൽ കുടുംബം മാത്രമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും എൻ്റെ മൂത്തത് 6 പേരാണുള്ളത്. അതെ, എൻ്റെ മൂത്തത് 6 പേര്, മൊത്തം 7 പേര്. അതിൽ ഒരാൾക്ക് മാത്രം മക്കളില്ല, അവർ നേരത്തെ സുഖമില്ലാത്ത അപസ്മാര ഒരു പെങ്ങള്. അല്ലാത്ത 6 പേരുടെ മക്കളും മരുമക്കളും മാത്രം അടങ്ങിയതാ, അല്ലാതെ ഒരു ഉപശാഖയായിട്ടോ മറ്റൊന്നും വരുന്നില്ല. അപ്പോൾ കുടുക്കേങ്ങൽ എന്ന് പറഞ്ഞ ഒരൊറ്റ അഡ്രസ്സിൽ മാത്രം ഒരുമിച്ച് കൂടിയവരാണ്. അപ്പോൾ ഞങ്ങളുടെ കണക്കൊക്കെ തെറ്റി 150 പേരേ ഉള്ളൂ. അതിൽ തന്നെ കുറഞ്ഞ ആളുകൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വളരെ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്തതുകൊണ്ട് ഒരു നിലക്കും ഗൾഫിൽ നിന്ന് വരാൻ ലീവ് കിട്ടാത്തതുകൊണ്ട് 4 മാസത്തിന് ശേഷം നടക്കുന്ന പരിപാടി ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം എന്താ, ഈ സംഘം കുടുംബങ്ങൾ പറ്റ എല്ലാവരും ഇവിടെ എത്തണം, ഗൾഫിലായാലും വിദേശത്ത് എവിടെയായാലും എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ നിർബന്ധമായിട്ട് ചിലർക്ക് 3-4 പേർക്ക് അവർക്ക് ലീവ് കിട്ടിയിട്ടില്ല. അവരില്ലെങ്കിൽ അവർക്ക് പകരം വെക്കാൻ അവിടെ ഗൾഫിൽ ആൾ കിട്ടാത്ത ഒറ്റ കാരണം. അതുപോലെ കുറഞ്ഞ ആൾക്കാർ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള നമ്മുടെ കുടുക്കേങ്ങൽ പറമ്പിൽ താമസിക്കുന്ന നമ്മളെ പിന്നെ എൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് അബ്ദുറഹ്മാൻ പെട്ടെന്ന് മെഞ്ഞാന്നോ അല്ല അതിൻ്റെ തലേദിവസം സ്ട്രോക്ക് വന്നു. ഞങ്ങളാകെ കുറച്ച് അസ്വസ്ഥതയിലായിരുന്നു. കാരണം ഇത്രയും അടുത്ത് കഴിഞ്ഞ് നമ്മുടെ പരിപാടിക്ക് അടുത്ത് കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ട് നമ്മൾ നിർത്തി വെക്കണം എന്ന് വരെ ഞാനും റസാക്കും ഒക്കെ നേരിട്ട് സംസാരിച്ചതാണ്. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മക്കളിൽ നിന്ന് നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് അവരുടെ മരുമക്കളിൽ നിന്നും ഞങ്ങൾക്ക് ഈ നിർബന്ധമായിട്ട് ഈ പരിപാടി നടക്കുക തന്നെ വേണം. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇന്നലെ ഞങ്ങൾ 2 പേരും അവരെ രാവിലെ പോയി വന്നപ്പോൾ അൽഹംദുലില്ലാ കുറച്ച് ഉള്ളിൽ ഓർമ്മയുണ്ട്, ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട്. വൈകുന്നേരം അവരുടെ അളിയൻ എൻ്റെ പെങ്ങളുടെ മകൻ തന്നെ നേരിട്ട് പോയി. അപ്പോൾ അത്യാവശ്യം സംസാരിച്ചു. ഏതായാലും നമ്മളെല്ലാവരും ദുആ ചെയ്യുക, അള്ളാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ സുഖമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാർ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ നമ്മളെല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരുടെയും അസുഖങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ സുഖമാക്കി കൊടുക്കട്ടെ. അതോടൊപ്പം ഇപ്പം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന്മാർ പെങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് 6 പേര് മരിച്ചു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട അവസാനത്തെ ആൾ ഞാനാണ്. അപ്പോൾ ഈ മരിച്ചു പോയ എല്ലാവർക്കും അള്ളാഹു
ഖബറിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അധികം ഒന്നും സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ പരിപാടി വൈകിക്കെന്ന് പറയാൻ പറ്റൂല. ഞങ്ങൾ ഇവിടെ കറക്റ്റ് ടൈമിന് എത്തിക്കണേ. 7:45 ഇവിടെ ഞങ്ങളെല്ലാവരും എത്തി. കുറേ പേര് ഇന്നലെ വരികയും ചെയ്തതിന് ഇത്രയും എത്താൻ ഇങ്ങനെ കൃത്യത്തിന് ഞങ്ങൾക്ക് എത്താൻ കാരണം സുബൈ നിസ്കരിച്ചത് ലക്കിടിയിൽ നിന്നാണ്. അതുകൊണ്ടാണ്. ഏതായാലും അൽഹംദുലില്ലാ ഇത്രയും ആൾക്കാർ വളരെ സന്തോഷപൂർവ്വം ഒരു കല്യാണമോ സൽക്കാരോ നടത്തിയാൽ ഒരു കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും ഇങ്ങനെ ഒരുമിപ്പിക്കാൻ കഴിയൂല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങളെല്ലാവരും എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സന്തോഷം നമ്മൾക്ക് എന്നെന്നും നിലനിർത്താൻ കഴിയട്ടെ. കാരണം നമ്മൾ തന്നെ കുടുംബത്തിൽ പരസ്പരം അറിയില്ല എന്നുള്ളൊക്കെ ഒരു സംശയമായിരുന്നു. ഇന്ന് ഇവിടുന്ന് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ അടക്കമുള്ള എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കഴിയണം, പരിചയപ്പെട്ട് കഴിയണം. ഇനി അറിയാത്ത ഒരു കുട്ടികൾ വലിയവരെ അറിയാത്ത അവസ്ഥയുണ്ടാവരുത്, വലിയവർ കുട്ടികളെ അറിയാത്ത അവസ്ഥയുണ്ടാവരുത്. ആ പ്രശ്നം മൊത്തം ഇവിടുന്ന് പരിഹരിച്ചേ പോകാവൂ. കാരണം ഞങ്ങൾ കുഴിമണ്ണിൽ കൂടിയപ്പോൾ വെറും 7 മണി മുതൽ മഗ്‌രിബ് നിസ്കരിച്ച സമയം മുതൽ 10:30 മണിയാകുമ്പോൾക്ക് ഭക്ഷണം വരെ കഴിഞ്ഞാണ്. എന്നാൽ ആ 300-ലധികം ആളുകളും അവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. 300-ലധികം ആളും അവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അത്രയും സമയം കൊണ്ട്. എന്നതിന്ന് നമ്മൾക്ക് രാത്രി 8 മണി വരെ ഇവിടെ സമയമുണ്ട്. ഇതിനടുക്ക് പരിചയമില്ലാത്ത ഒരു കുട്ടി പോലും ഇവിടെ ഇനി ഉണ്ടാവാൻ പാടില്ല. എനിക്കൊക്കെ മറുതി ഉണ്ടെങ്കിലും അത് വേറെ കാര്യമാണ്. പക്ഷേ ബാക്കി എല്ലാവരും പരസ്പരം പരിചയപ്പെടണം. എല്ലാവരും പരസ്പരം വേണ്ടി ദുആ ചെയ്യണം. പിന്നെ മറ്റൊരു ചെറിയ കാര്യം ഇവിടെ പറയാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ അബ്ദുറഹ്മാന് വേണ്ടിയിട്ട് നാട്ടിലൊരു കളക്ഷൻ എടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ വേണ്ടിയത് ഇന്ന് ഇവിടുന്ന് ആലോചിക്കണം. മറ്റൊന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. തീരുമാനമായില്ല. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി മാതോലത്ത് കാദറാജിയുടെ വീട്ടിൽ വെച്ച് ഒരു കമ്മിറ്റിയുണ്ട്. കുഴിമണ്ണിൽ കൂടുന്ന എൻ്റെ ഒരു അഡ്വോ കമ്മിറ്റി. അതുകൂടി അതിൻ്റെ സെക്രട്ടറി മുഹമ്മദ് മാഷ് അറിയിക്കാൻ പറഞ്ഞതാണ്. ആ അഡ്വോ കമ്മിറ്റിയിൽപ്പെട്ട ആരൊക്കെയാണോ ഇവിടെ ഉള്ളത് അവർ നാളെ വൈകുന്നേരം മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തന്നെ കരിവമ്പൊയിൽ മാതോലത്ത് കാദറാജിയുടെ വീട്ടിലെത്തണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോൻ്റെ മകൻ മണപ്പാട്ടിൽ ഹുസൈൻ കുറച്ച് സീരിയറ്റ് അദ്ദേഹം എഴുന്നേറ്റ് കളിക്കുക കാഴ്ചക്കൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ലിവർ സംബന്ധമായിട്ട് കുറച്ച് കാര്യമായിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബം അദ്ദേഹത്തെ ഒന്ന് സഹായിക്കേണ്ടി വരും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. നാളെ തീരുമാനമെടുക്കൂ. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അക്കാര്യത്തിലും നമ്മൾ വളരെയേറെ സഹകരിക്കണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട വലിയ താക്കത്തില്ലാത്ത എന്ന് പറയുക അങ്ങനെയുള്ള വ്യക്തിത്വമാണ്. നമ്മൾ നിത്യ ജോലി ചെയ്ത് മാത്രം ജീവിക്കുന്നതാണ്. അക്കാര്യത്തിലും നമ്മൾ വേണ്ടത് ശ്രദ്ധിക്കണം, ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘിച്ചെങ്കിൽ ക്ഷമിക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു ഒരു കാര്യത്തിലും നമ്മളെ ആരെയും ബുദ്ധിമുട്ടാക്കാതെയും നാണക്കേടാക്കാതെയും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കാരണം അസീസാജിയും കുടുംബവും ഞാൻ ചോദിച്ചു, ഉമ്മ വന്നില്ലേ, ഭാര്യ വന്നില്ലേ എന്ന്. മക്കളോട് ഞാൻ ഉമ്മ വന്നില്ലേ, ഉമ്മയും വരുമെന്ന് പറഞ്ഞതാ. കാരണം ഈ പരിപാടിയിൽ നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം, കുടുംബസമേതം വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമല്ല. ആ കുടുംബത്തിന് മൊത്തം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെന്നും നമ്മുടെ ഈ കുടുംബത്തിന് നേതൃത്വവും തൻ്റെ ഇടവും നൽകാൻ ഈ കുടുംബത്തിന്, അസീസാജിയുടെ ഈ കുടുംബത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ വളരെ സന്തോഷപൂർവ്വത്തിയ ഇവിടെ വന്നിട്ട് ചായ വരെ കഴിച്ചിട്ടില്ല അസീസ് ഹാജിയെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.